മന്ത്രിമാറ്റത്തിന് മുഖ്യമന്ത്രി വഴങ്ങാത്ത പശ്ചാത്തലത്തിൽ തുടർ നീക്കങ്ങൾക്കൊരുങ്ങി എൻസിപി പി.സി. ചാക്കോ വിഭാഗം. പാർട്ടി തീരുമാനത്തെ മുഖ്യമന്ത്രി അവഗണിക്കുന്നതിനാൽ മന്ത്രിയെ പിൻവലിക്കാനാണ് ആലോചന. അങ്ങനെ തീരുമാനമെടുത്താൽ എൻസിപി രണ്ടായി പിളരുകയും ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുകയും ചെയ്തേക്കും. കുട്ടനാട് എം.എൽ.എ. തോമസ് കെ തോമസിന്റെ മന്ത്രിസ്ഥാന ആഗ്രഹം ഏറെക്കുറെ കുട്ടനാട് പാക്കേജ് പോലെയാണ്. പ്രഖ്യാപനവും ആഗ്രഹവും ഉണ്ടെങ്കിലും സംഭവം പൂർണ്ണതോതിൽ നടപ്പാക്കാൻ കഴിഞ്ഞിട്ടില്ല. കുട്ടനാട് പാക്കേജിൽ ഭരണാനുമതി ഉണ്ടെങ്കിൽ തോമസ് കെ തോമസിന് ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രിയുടെ ഭരണാനുമതിയാണ് പ്രശ്നം. ഇന്നലെ ഡൽഹിയിൽ നടന്ന കൂടിക്കാഴ്ചയോടെ തോമസ് കെ തോമസിന് വസ്തുതകൾ ബോധ്യപ്പെട്ടിട്ടുണ്ട്. മന്ത്രി കസേരയും കന്റോൺമെന്റ് ഹൌസിന് സമീപമുള്ള മന്ത്രിമന്ദിരവും വിചാരിച്ച പോലെ പെട്ടെന്ന് കിട്ടില്ലെന്ന് എൻസിപി ദേശീയ സംസ്ഥാന നേതൃത്വങ്ങൾ പച്ചക്കൊടി വീശിയിട്ടുണ്ട്. തോമസിന് അനുകൂലമായി മുഖ്യമന്ത്രിയുടെ സിപിഎമ്മിന്റെ റെഡ് സിഗ്നലാണ് പ്രശ്നം. പാർട്ടി കത്തുകൊടുത്തിട്ട് മുഖ്യമന്ത്രി തീരുമാനമെടുക്കാത്തതിൽ പി.സി. ചാക്കോയ്ക്കും തോമസ് കെ തോമസിനും ചെറിയ പ്രശ്നമല്ല ഉള്ളത്. മന്ത്രിയെ തീരുമാനിക്കാനുള്ള അധികാരം അതാത് പാർട്ടികൾക്കാണെന്നും അതിൽ മുഖ്യമന്ത്രി കൈകടത്തുന്നത് ശരിയല്ല എന്നുമാണ് അവരുടെ നിലപാട്. അത് മുഖ്യമന്ത്രി അംഗീകരിക്കാത്തതുകൊണ്ട് പാർട്ടിയുടെ അതൃപ്തി രേഖപ്പെടുത്താൻ മന്ത്രിയെ പിൻവലിക്കണമെന്നാണ് ഇവരുടെ ആവശ്യം. എൻസിപിയുടെ ഭീഷണിയൊന്നും സിപിഎം മുഖവിലക്കെടുക്കില്ല എന്നുറപ്പ്. മന്ത്രിയെ പിൻവലിക്കാൻ തീരുമാനിച്ചാൽ എൻസിപി രണ്ടായി പിളരും. എ.കെ. ശശീന്ദ്രൻ മന്ത്രിസ്ഥാനത്ത് തുടരുകയും ചെയ്യും. എൻസിപിക്ക് 2 എം.എൽ.എമാർ മാത്രമുള്ളതുകൊണ്ട് കൂറുമാറ്റ നിരോധന നിയമം എന്ന വാൾ ശശീന്ദ്രന് മുകളിലില്ല. മുഖ്യമന്ത്രിയെ നേരിൽ കണ്ട് തന്നെക്കുറിച്ചുള്ള ധാരണകളിൽ മാറ്റം വരുത്താൻ തോമസ് കെ തോമസ് ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ചില ധാരണകൾ പിണറായി വിജയനുണ്ടായാൽ അത് മാറില്ല എന്നത് രാഷ്ട്രീയ ചരിത്രം. മന്ത്രിമാറ്റ ആവശ്യവുമായി വരേണ്ടതില്ല എന്ന മുഖ്യമന്ത്രിയുടെയും പാർട്ടിയുടെയും നിലപാട് ശരത് പവാർ അടക്കമുള്ളവരെ അറിയിക്കാനാണ് സിപിഎമ്മിന്റെ ദേശീയ കോർഡിനേറ്റർ പ്രകാശ് കാരാട്ട് ഇന്നലെ കൂടിക്കാഴ്ചയിൽ പങ്കെടുത്തതെന്നാണ് വിവരം. കൂടുതൽ പ്രതികരണത്തിന് പ്രകാശ് കാരാട്ട് തയ്യാറായതുമില്ല. I discussed various matters with Mr. Sharad Pawar, but there is nothing to report. The bill minister is changed or not? Nothing to do with that. Shashindra will change or not, sir? നിയമസഭാ പ്രസംഗങ്ങളിൽ സാധാരണ മുഖ്യമന്ത്രിയെ പുകഴ്ത്തി സംസാരിക്കാറുള്ള തോമസ് കെ തോമസ് അടുത്ത സഭാ സമ്മേളനത്തിൽ എടുക്കുന്ന നിലപാടും കൗതുകമുണ്ടാക്കുന്നതായിരിക്കും. മീഡിയ 1 തിരുവനന്തപുരം.